മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വിവാദമാണ് ചാര വനിതയുടെ കേരള സന്ദർശനം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJP ആ വിഷയത്തെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. BJPയുടെ കേരള പ്രഭാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണ്, എന്തിനാണ് ഈ സ്ത്രീയെ കേരളത്തിലേക്ക് വിളിച്ചത്, ഇതിൻ്റെ ഉത്തരവാദിത്വം റിയാസ് ഏറ്റെടുത്ത് ഇതിന് മറുപടി പറയണമെന്നാണ് BJPയുടെ ആവശ്യം. BJPയുടെ ലക്ഷ്യം എന്താണ്? മുഹമ്മദ് റിയാസിനെ താഴെ ഇറക്കുന്നതാണോ? തീർച്ചയായിട്ടും പ്രഭാരി പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് കണ്ടൊരു കാര്യമാണ്. ഇതൊരു വിഷയമല്ലായിരുന്നു, പക്ഷേ അവർ ചാര സുന്ദരിയാണെന്നും ചാരക്കേസിൽ പിടിക്കപ്പെടുകയും ഇന്ത്യയുടെ രഹസ്യങ്ങൾ, അതീവ ഗുരുതരമായിട്ടുള്ള രഹസ്യങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു മുമ്പ് തന്നെ പാകിസ്ഥാന് കൈമാറ്റം ചെയ്ത ഇന്ത്യയിലെ ഈ നിരപരാധികളുടെ മരണത്തിന് കാരണക്കാരിയായവരിൽ ഇവൾ കൂടിയാണ്. തീവ്രവാദികൾ മാത്രമല്ല, അവർക്ക് കഞ്ഞി വെച്ചു കൊടുത്ത, കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനും പ്രതിയാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവരും ആ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്ത, ഒരു പക്ഷേ മനുഷ്യഹത്യയ്ക്ക് കാരണമായിട്ടുള്ള ഒരു പ്രതി തന്നെയാണോ എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ സംശയിക്കണം. സാഹചര്യം അതാണ്. പാകിസ്ഥാൻ എംബസിയിലെ ഒരാളുമായിട്ട് ഇവർ പ്രേമത്തിലായിരുന്നു. പ്രേമത്തിലാവുന്നു എന്ന് പറയുന്നത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിന് മുകളിലുള്ളത് അവിടുത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഇവരിൽ നിന്ന് രഹസ്യം ചോർത്താനുള്ള ഒരു ഉപകരണമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. തന്നെയുമല്ല, പാകിസ്ഥാനിലേക്ക് പലതവണ ഇവർ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായിരുന്നു, അവരുടെ സ്റ്റേറ്റ് ഗസ്റ്റ്. അങ്ങനെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ടുള്ള ഒരാൾ എങ്ങനെ കേരള സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഗസ്റ്റായി എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ വിളിച്ചിരിക്കുന്ന ആരാണ്? മുഹമ്മദ് റിയാസ്. അടുത്ത മുഖ്യമന്ത്രിയാണെന്ന് പലരും ഭയക്കുകയും പലരും വിശ്വസിക്കുകയും പലരും സംശയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലേക്കാണ്, കരങ്ങളിലേക്കാണ് അടുത്ത കേരളത്തിൻ്റെ മുഴുവൻ അധികാരവും പോകുന്നത് എന്നുള്ളതും പരക്കെ ചർച്ചപ്പെടും. മുഹമ്മദ് റിയാസിനെ നമ്മൾ സംശയിക്കുന്നില്ല, പക്ഷേ ഈ നടപടിയെ നമ്മൾ സംശയിക്കുന്നു. ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനെയും പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ വശത്താക്കാൻ കഴിവുള്ള അതീവ ശക്തി സൗന്ദര്യങ്ങളുള്ള ഈ സ്ത്രീയെ ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനെയും വശത്താക്കിയോ അവരുടെ ഒരു ടൂളായിട്ടെടുത്തോ എന്നുള്ളത് സംശയാസ്പദമാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു ഇരയായോ, ഒരു തേൻകണി അതിൽ വീണുപോയോ എന്നുള്ള സംശയം പ്രബലമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് ഉത്തരം പറയണം. കാരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക സംഭവമല്ല, സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം പൊളിഞ്ഞതുപോലെ. അതിനപ്പുറം വിശാലമായ ദേശീയതയുടെ തന്നെ അഭംഗുരമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഊമനെ കണ്ടില്ലെങ്കിൽ ഉറിയിലും തപ്പണം എന്നുള്ള ഒരു നാടൻ ചൊല്ലുണ്ട്. അതുപോലെ ഇവിടെ സംശയിക്കണം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യണം. തന്നെയല്ല, ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു സിസ്റ്റമുണ്ട്. നമുക്കൊരു സിസ്റ്റത്തിന് അനുസരിച്ച് നമ്മൾ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് ഒരു പ്രോട്ടോക്കോളുണ്ട്, ഒരു ബ്ലൂ ബുക്കുണ്ട്. അതിൻ്റെ ചട്ടങ്ങൾ, വ്യവസ്ഥാപിതമായിട്ടുള്ള നിയാമകമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിച്ചാണ് ഒരാൾക്ക് നമ്മൾ പണം കൊടുക്കുന്നത്. കാരണം എന്താണ്? ഈ കൊടുക്കുന്ന പണം പാവപ്പെട്ട നമ്മൾ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്ന നികുതിയാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ്. ജ്യോതി മൽഹോത്രയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് അവർക്ക് ശമ്പളമായിട്ട് കൊടുത്ത, ഫീസായിട്ട് കൊടുത്ത തുക മാത്രമല്ല, മറിച്ച് അവരെ ഒരു അതിഥിയായിട്ട് കേരളമുടനീളം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ചിലവാക്കിയ തുക കൂടിയാണ്. സ്വപ്ന സുരേഷിനെ, അതുപോലെ തന്നെ സരിത നായരെ ഒക്കെ ഇങ്ങനെ സൽക്കരിച്ചതിൻ്റെയും അതിഥികളായിട്ട് കൊണ്ടാടിയതിൻ്റെയും ചിലവ് നമ്മളാണ് കൊടുത്തിരുന്നത് എന്ന് പറയുന്നത് പോലെ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഈ സസ്പെക്റ്റഡ് സ്പൈ കേരളത്തിൽ അതിഥിയായിട്ട് വന്നപ്പോൾ അതിൻ്റെ പണം മുടക്കിയത് കേരളമാണ്. മുഹമ്മദ് റിയാസിൻ്റെ ടൂറിസം എല്ലാ കാര്യത്തിലും ചാടി വീഴുന്ന മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രസ്താവനകൾ നടത്താൻ, ഒരു പ്രതികരണം നടത്താൻ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും അദ്ദേഹം പ്രതികരിച്ചു. പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അത് അങ്ങോട്ട് ചോദിക്കുകയാണ് മാധ്യമങ്ങളോട്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സർക്കാർ ഇത്തരം ഒരു സ്ത്രീയെ വിളിച്ച് കേരളത്തിൽ കൊണ്ടുവരുമെന്ന്? അതാണോ ഒരു പ്രതികരണം? അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് അവരുടെ പേരിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെയോ അല്ലെങ്കിൽ NIA കേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വ്യവസ്ഥാപിതമായിട്ട് അന്നറിഞ്ഞില്ല. ഓക്കെ, വ്യവസ്ഥാപിതം അവിടെയും നമുക്ക് ആ മറുപടി പൂർണ്ണമല്ല.
എന്തെന്നാൽ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നികുതി പണം ആണെന്നുള്ളത് കൊണ്ട് ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കിഫ്ബിയും നമ്മുടെ പണം കൂടി ചേർന്നതാണ്, പക്ഷേ അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല. ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കിഫ്ബി വഴിയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് കിഫ്ബി വഴിയല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പൈസ ചിലവഴിക്കുമ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി വേണം. അതുകൊണ്ടാണല്ലോ 41,000 രൂപയുടെ ഒരു ഉപകരണം യൂറോളജി വകുപ്പിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ വേണ്ടി ചുവപ്പ് നാടയുടെ അടയിരിക്കലുണ്ടായത്. അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട് ആ അക്കൗണ്ടബിലിറ്റിയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വീണ ജോർജിന് ആ സിസ്റ്റം ഉണ്ട് മന്ത്രിസഭയിൽ തന്നെ. മുഹമ്മദ് റിയാസിന് ആ സിസ്റ്റം ഇല്ലെന്നാണോ വരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു പാവപ്പെട്ട രോഗിയുടെ തീരാത്ത വേദന, അവൻ്റെ കരള് ഉരുക്കുന്ന വേദന, അവൻ്റെ വിലാപം കേൾക്കാൻ ആരും ഉണ്ടായില്ല. അവിടെ ഒരു ഉപകരണം എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായില്ല, അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടായില്ല. പക്ഷേ ഇവിടെ സുഖിക്കാൻ വന്ന ഒരു സ്ത്രീക്ക്, സുന്ദരിയായിട്ട് അഴിഞ്ഞാടാൻ വന്ന ഒരു സ്ത്രീക്ക് അതിഥിയായിട്ട് സൽക്കാരം കൊടുക്കുന്നു, കേരളം മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു, രഹസ്യങ്ങൾ ചോർത്താനുള്ള സൗകര്യം കൂടെ കൊടുക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് വരുമ്പോൾ സരിതാ നായരും അതുപോലെ സ്വപ്ന സുരേഷും ഒക്കെ ചെയ്ത അതിനേക്കാൾ നീചമായിട്ടുള്ള പ്രവൃത്തി നടത്തിയിട്ടാണ് അവർ പോയിട്ട് പാകിസ്ഥാന്, ഒരു പക്ഷേ കേരളത്തിൻ്റെ രഹസ്യങ്ങൾ കൂടി പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അതീവ രഹസ്യങ്ങൾ ഇതിപ്പോൾ നമ്മുടെ ബ്രഹ്മോസിൻ്റെയോ അങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും കിട്ടിയെന്നല്ല, പക്ഷേ അതിലേക്ക് പോകാൻ വേണ്ടുന്ന വഴികളൊരുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും. പാകിസ്ഥാൻ ഇതുവരെ അറിയാത്ത രഹസ്യങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് 1+1+2+2+ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും ഭീകരാക്രമണം മുംബൈയിൽ നടത്തിയതുപോലൊരു കോറിഡോർ ഉണ്ടാക്കാൻ അവർക്ക് വലിയ താമസമൊന്നും വേണ്ട. കാരണം ചൈന അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതീവ ഗുരുതരമാണ്. നമ്മളിത് അനുഭവിച്ചതല്ലേ, പഹൽഗാമിൽ ഇത് അനുഭവിച്ചതിൻ്റെ വേദന അടങ്ങിയിട്ടില്ലല്ലോ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരതമാതാവിന്. ആ അമ്മയുടെ നെഞ്ചുരുക്കുന്ന വേദനകൾ അനുഭവിച്ച ശേഷം നമ്മളത് വിലയിരുത്തുമ്പോൾ അതിൽ അപാകം സംഭവിച്ചിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അന്ന് പ്രതിയല്ല, പക്ഷേ അതൊരു എക്സ്ക്യൂസ് അല്ല. എന്തെന്നാൽ ഇതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഒരാളെ ബുക്ക് ചെയ്യുമ്പോൾ അതിന് അനുമതി വേണം. ആരനുമതി കൊടുത്തു? ഇവരെ കൊണ്ടുവരാൻ ആരനുമതി കൊടുത്തു? പറയുന്നത് നിസ്സാരമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള ലാഘവത്തോടു കൂടിയാണ് ഈ ബിസിനസ് നടത്തിയിരിക്കുന്നത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എടുത്തിട്ട്, അല്ലെങ്കിൽ ഗൂഗിൾ യൂണിവേഴ്സിറ്റി എടുത്തിട്ട്, യൂട്യൂബ് യൂണിവേഴ്സിറ്റി എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് ആരാ? ഇത് വെച്ചാണോ ഇത്? നിങ്ങൾ നോക്കൂ, ഈ ലൈക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല. എനിക്ക് കുറേ പേരെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പലരും ചെയ്യാറുണ്ടല്ലോ. നമുക്കറിയാം, ശ്രീജിത്തിനൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാമല്ലോ, ന്യൂജനല്ലേ. ആ ലൈക്കുകൾ കൂട്ടാൻ ഒരു വിഷമവും ഇല്ലാത്ത കാര്യമാണ്. അതൊരു അടിസ്ഥാന മാനദണ്ഡമാക്കിയാണോ ഇത് ചെയ്യേണ്ടത്? ആണോ? അതാണോ? അത് ആധികാരികമാണോ? അതിൻ്റെ ഓതൻറ്റിക്കാണോ അത്? ഇത് കണ്ടുകൊണ്ട് ഫേസ്ബുക്കിലെ കണ്ടുകൊണ്ടാണെങ്കിൽ CPM-നെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം ശരിയായിരിക്കണമല്ലോ. അവിടെ കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥാപനം സിംഗപ്പൂരിലുണ്ടെന്ന് ഇപ്പോഴും വരുന്നുണ്ടല്ലോ, അത് ശരിയായിരിക്കണമല്ലോ. അതെന്താ ഇവർ നിഷേധിക്കുന്നത്? അപ്പോൾ അത് ആധികാരികമായിട്ടുള്ള ഒരു രേഖയല്ല. അത് വളരെ ഗൗരവം ഉള്ള സംഗതി. അത് നോക്കിയാലെടുക്കേണ്ടത്. PRD വരെ ഇതെടുക്കുമ്പോൾ അതിന് വളരെ വിദഗ്ധരായിട്ട് ക്രിയേറ്റീവ് ടാലൻ്റുള്ള, ക്രിയേറ്റീവ് കണ്ടൻറ്റ് ചമയ്ക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ പ്രോസസ്സുണ്ട്, എനിക്കറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ആ സെലക്ഷൻ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്തവർക്ക് മാത്രമേ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടി അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വരെ നോക്കുന്നുണ്ട്. അത് നല്ലതാണ്. അതിൽ ചില പാർട്ടി താല്പര്യങ്ങൾ നോക്കാറുണ്ടെന്നുള്ള രഹസ്യമാണ്, പരസ്യമായ രഹസ്യം തന്നെയാണ്. അവാർഡുകൾ പോലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ ടെലിവിഷൻ അവാർഡുകൾ എന്ന് പറയുന്ന അങ്ങോട്ട് നീ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചൊറിയാം എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്തതാണ്. അങ്ങനെയാണ് എത്ര 1,00,000 രൂപയിലധികം ഓരോരുത്തരും അങ്ങോട്ട് വാങ്ങിച്ചത്. അതിലൊക്കെ രാഷ്ട്രീയം വരുന്നുണ്ട്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 1,00,000 രൂപ കൊടുക്കാനുള്ള അവാർഡാണ്. അത് പറയാം. അതുപോട്ടെ, അതല്ല ഇവിടെ വിഷയം. അങ്ങനെയുള്ള വ്യവസ്ഥകളിരിക്കെ, ചട്ടങ്ങളിരിക്കെ അതിനെ മറുപടി ഫേസ്ബുക്ക് നോക്കി ഇങ്ങേർക്ക് ഇതെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ പരമാധികാരിയാണ്. PV അൻവർ പറഞ്ഞത് ശരിയാണ്. മരുമകനിസമാണത്. വീണ ജോർജിന് സ്വാതന്ത്ര്യമില്ല, പക്ഷേ ആ ഇല്ലാത്ത സ്വാതന്ത്ര്യം മുഹമ്മദ് റിയാസിനുണ്ടെന്നാണ്. നോക്കൂ, ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ B-35B എന്ന് പറയുന്ന വിമാനം അതിപ്പോൾ ഹാങ്കറിലേക്ക് മാറ്റി പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവം നമ്മളിലൊന്നുമില്ലാത്ത ഒരു ക്രിയേറ്റീവ് ടാലൻറ്റ് കേരളത്തിൽ തന്നെ ഒരാളുണ്ടാക്കി. കേരളം കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ലണ്ടനിലേക്ക് പോകാതെ ഇവിടെ തന്നെ
കഴിഞ്ഞ് കൂടുകയാണെന്ന് പറയുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യമുണ്ടല്ലോ, കത്തിക്കാളുകയാണ് ലോകമെമ്പാടും. ഭയങ്കര റേറ്റിംഗ്, അത് വൈറലായി കഴിഞ്ഞു. അതുപോലെ ക്രിയേറ്റീവ് ടാലൻ്റുള്ള എത്രയോ പേരിവിടെ ഉള്ളപ്പോഴാണ് എങ്ങാണ്ടു എന്ന് വന്ന ഹരിയാനക്കാരിയായിട്ട് വലിയ ബ്ലോഗറെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊരു വികാരം തോന്നാൻ കാര്യം സംശയാസ്പദമാണ്. അതുകൊണ്ട് ഇതിൽ വളരെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇവിടെ കടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യക്തമായ അന്വേഷണം നടത്തണം. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യണം, അദ്ദേഹത്തിന് അനുവാദം കൊടുത്തവരെ ചോദ്യം ചെയ്യണം. ഇതിൻ്റെ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അഗ്നിശുദ്ധനായിട്ട് പുറത്തു വരട്ടെ, ആ സംശയം ഇല്ലാതാവുമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.